അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഡിസംബർ 18 ലോക അറബിക് ഭാഷാ ദിനം. മനുഷ്യന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധിവിശേഷമാണ് ഭാഷ. ലോകത്തുള്ള മനുഷ്യരെല്ലാം വ്യത്യസ്തങ്ങളായ ഭാഷ സംസാരിക്കുന്നവരാണ്. ഈ ഭാഷകളുടെ കൂട്ടത്തിൽ സാമ്പത്തിക, സാംസ്കാരിക, വൈജ്ഞാനിക, തൊഴിൽ മേഖലകളിൽ ലോകത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, സ്പാനിഷ്, അറബിക് എന്നീ 6 ഭാഷകൾക്ക് മാത്രം ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകി. 1973 ഡിസംബർ 18 അറബിക് ഭാഷയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ചത്. ഇതിൻ്റെ ഓർമ്മക്കായി 2010 ഡിസംബർ 18 മുതൽ ഓരോ വർഷവും ഡിസംബർ 18 ലോക അറബിക് ഭാഷാ ദിനമായി ആചരിച്ചു വരുന്നു. 2023 ഡിസംബർ 18 അറബി ഭാഷയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം ലഭിച്ചതിൻ്റെ 50-ാം വർഷം കൂടിയാണ്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ജീവിച്ചിരുന്ന യഅ്റബ് ഇബ്നു ഖഹ്ത്വാനാണ് അറബി ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള അറബി ഭാഷ അതിൻ്റെ തനിമ നിലനിർത്തി പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വികാസം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. അറബി ഭാഷയുടെ പ്രായമുള്ള പല ഭാഷകളും ഇന്ന് ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. അറബി ഭാഷയിലുള്ള പരിശുദ്ധ ഖുർആൻ്റെ അവതരണം സാഹിത്യസ്നേഹികളായ അറബികളെ വിസ്മയിപ്പിച്ചു. വിഗ്രഹാരാധന നിരോധിക്കപ്പെട്ടപ്പോൾ ഖുർആൻ വചനങ്ങളെ തന്നെ മനോഹരമായ കലാരൂപങ്ങളാക്കി മാറ്റി. അതോടെയാണ് കാലിഗ്രഫിയുടെ വളർച്ച ആരംഭിച്ചത്. 422 ദശലക്ഷം ജനങ്ങളുടെ സംസാര ഭാഷയും 23 കോടി ജനങ്ങളുടെ മാതൃഭാഷയും 26 രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയുമാണ് അറബിക്. അതായത് ഇന്ന് നാം ഓഫീസുകളിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന പോലെ 26 രാജ്യങ്ങളിലെ ഓഫീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അറബി ഭാഷയിലാണ്. അറബിക് ഭാഷ ശാസ്ത്ര, സാഹിത്യ, വൈജ്ഞാനിക മേഖലകളിൽ ധാരാളം സംഭാവനകൾ നൽകി. ഇബ്നു സീനയുടെ അൽ ഖാനൂൻ ഫി തിബ്ബ് വൈദ്യശാസ്ത്ര രംഗത്ത് വിശ്വവിജ്ഞാനകോശമാണ്. അബൂ ജഅഫർ മുഹമ്മദ് ബിൻ മൂസ ഗണിതശാസ്ത്രത്തിന് ധാരാളം സംഭാവനകൾ നൽകി. നാം ഉപയോഗിക്കുന്ന അക്കങ്ങൾ അറബികളുടെ സംഭാവനകളാണ്. ചരിത്രത്തിൽ ആദ്യമായി വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതും നിയന്ത്രിത പറക്കൽ നടത്തിയതും ക്രിസ്തുവർഷം 825 ഫിർനസ് ആയിരുന്നു. ഇദ്ദേഹം വാനനിരീക്ഷണത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ച് ചന്ദ്രനിലെ ഒരു ഗർത്തം ഇബ്നു ഫിർനസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആധുനിക പ്രകാശശാസ്ത്രത്തിന് അടിത്തറ നൽകിയത് അൽ കിന്ദി ആയിരുന്നു. അറബി ഭാഷയിൽ അൽഫ് ലൈല വ ലൈല 300-ലധികം തവണ വിവിധ യൂറോപ്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചു എന്നത് ഈ സാഹിത്യകൃതിയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നറിയിക്കുന്നു. ഈ ഭാഷയിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് വാസ്കോഡഗാമയും കൊളംബസും അവരുടെ യാത്രയിലെ ഭൂപടങ്ങളിലെ ഭാഷയായി അറബിയെ തിരഞ്ഞെടുത്തത്. അറബി ഭാഷയ്ക്ക് ഇന്ത്യയിൽ വലിയ പ്രചാരം ലഭിച്ചു. അബുൽ ഹസൻ അലി നദ്വി, ഇമാം ഷാ വലിയുള്ള ദഹ്ലവി തുടങ്ങി ഇന്ത്യയിലെ പല അറബി സാഹിത്യകാരന്മാർക്കും ഫൈസൽ രാജാവിൻ്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ അറബി ഭാഷയ്ക്ക് നൂറ്റാണ്ടിൻ്റെ പഴക്കമാണുള്ളത്. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽ അറബികൾ കേരളത്തിൽ വന്നതിൻ്റെ ചരിത്ര രേഖകളുണ്ട്. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും സമ്പന്നതയും കണ്ട അറബികൾ ദൈവനന്മ എന്നർത്ഥമുള്ള ഖൈറുള്ള എന്ന ഈ നാടിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. ഇതാണ് പിന്നീട് കേരളയായി മാറിയത് എന്നൊരു നിഗമനമുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള ആദ്യ ചരിത്ര ഗ്രന്ഥം സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ അറബി ഭാഷയിലാണ് രചിച്ചത്. 1902 തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് സർക്കാർ സ്കൂളുകളിൽ അറബി അധ്യാപകരെ നിയോഗിച്ചതോടെ അറബി ഭാഷയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു. ബഹുമാന്യനായ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾ പഠിപ്പിക്കാൻ നിരവധി അധ്യാപകരെ നിയോഗിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിൽ പ്രൈമറി മുതൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദം, ഗവേഷണം എന്നീ വിവിധ തലങ്ങളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നു. ഈ മേഖലകളിലെല്ലാം
തൊഴിലവസരങ്ങളും ധാരാളമുണ്ട്. കൂടാതെ സ്വദേശത്തും വിദേശത്തുമായി വാർത്താമാധ്യമങ്ങൾ, എംബസികൾ, പ്രതിരോധ സേനയിൽ മതാധ്യാപകർ, ലൈബ്രറികൾ, ബാങ്കിംഗ്, ആമസോൺ, ഗൂഗിൾ പോലുള്ള കമ്പനികൾ എന്നിവയിലെല്ലാം അറബിക് ഭാഷയ്ക്ക് ഒട്ടേറെ ജോലി സാധ്യതകളുണ്ട്. അറബിക്കിൽ ധാരാളം ജോലി സാധ്യതയുള്ള ഒരു മേഖലയാണ് കാലിഗ്രഫി. മലപ്പുറം ജില്ലയിലെ കക്കോവ് അബ്ദുൽ കരീം എന്ന ആൾ വളരെ പ്രശസ്തനായൊരു കാലിഗ്രഫറാണ്. ഇദ്ദേഹത്തിന് യൂത്ത് ഐക്കൺ, യൂത്ത് സിഗ്നേച്ചർ തുടങ്ങിയ നിരവധി അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. കാലിഗ്രഫിയെ കൂടുതൽ സജീവമാക്കാനും ജനകീയമാക്കാനും ഇദ്ദേഹം കഗ്രാട്ട് എന്ന പേരിൽ കോഴിക്കോട് ഒരു കേന്ദ്രം സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യ കാലിഗ്രഫി ഫെസ്റ്റിവൽ കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ 5 വരെ കൊച്ചിയിൽ വെച്ച് നടന്നു. ഏറെ ആകർഷണീയവും ജനശ്രദ്ധ ആകർഷിച്ചതുമായ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു ഇത്. ഇന്ന് കേരളത്തിൽ അറബി ഭാഷാ പഠനവും സാഹിത്യ മത്സരങ്ങളും സർക്കാരിൻ്റെ കീഴിൽ നടന്നു വരുന്നു. ഇതിൻ്റെ ശരിയായ ഗുണഫലങ്ങൾ നമ്മുടെ മക്കൾക്ക് ലഭ്യമാക്കൽ അറബി അധ്യാപകരായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അറബിക് ഒരു നല്ല സംസ്കാരത്തിൻ്റെയും സ്വഭാവത്തിൻ്റെയും ഭാഷ കൂടിയാണ്. നമ്മുടെ മക്കളെ നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാക്കി മാറ്റുക എന്നൊരു വലിയ ഉത്തരവാദിത്തം കൂടി നമ്മിലുണ്ട്. 1980 അറബിക് ഭാഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച അബ്ദുൽ മജീദ്, അബ്ദുറഹ്മാൻ കുഞ്ഞിപ്പ എന്നിവരെ സ്മരിക്കാതെ ഒരു അറബിക് ദിനാചരണം നടത്തൽ നമുക്ക് സാധ്യമല്ല. കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല എന്നത് അറബിക് ഭാഷാ സ്നേഹികളുടെ വലിയൊരു സ്വപ്നമാണ്. എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനോടുള്ള വിരോധം കാരണം ഇന്നും ഈ സ്വപ്നം പൂവണിയാതിരിക്കുന്നു. മറ്റ് ഭാഷകളെ അടുത്തറിയാനും തൊഴിലിനും പുതിയ കാലത്തെ തുറന്ന ഇടപഴകലിനും സെക്കൻഡറി തലത്തിൽ കൊറിയൻ, ഫ്രഞ്ച്, ജർമ്മൻ, ജപ്പാനീസ്, തായ്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ ഭാഷകൾ പഠിക്കാൻ നിർദ്ദേശിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം UN അംഗീകാരമുള്ള അറബി ഭാഷയെ പരാമർശിക്കുന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. ഇന്ന് അറബിക് ഭാഷ നേരിടുന്ന ഇത്തരം അവഗണനകൾ പരിഹരിക്കാൻ കേരളത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു അറബിക് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചെടുക്കാൻ അറബിക് അധ്യാപക സംഘടനകളും ഭാഷാ സ്നേഹികളും നിരന്തര ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അറബിക് ഭാഷയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഗവേഷണം നടത്താനും ഈ അറബിക് ഭാഷാ ദിനം ഒരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും അറബിക് ഭാഷാ ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.